السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കൽ ഓരോ അടിമയുടെ മേലും നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അവിടുന്ന് പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിൻ്റെ മേലും ദീനി വിജ്ഞാനം അന്വേഷിക്കൽ, പഠിക്കൽ നിർബന്ധമാകുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനി വിജ്ഞാനമെന്നത് രണ്ട് രൂപത്തിലാണ്. അഥവാ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് അടിസ്ഥാനപരമായി എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമായ കാര്യം, അത് ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന്, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ, ഈമാനിൻ്റെ 6 അടിസ്ഥാനങ്ങൾ, നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, സക്കാത്തിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, അങ്ങനെ ദീനിൽ ഒരാൾക്കും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കാത്ത പ്രാഥമികമായ അറിവ് എല്ലാവരുടെയും മേൽ നിർബന്ധമാണ്. അത് നേടിയിട്ടില്ല എങ്കിൽ കുറ്റക്കാരായിത്തീരും. അതാണ് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം എന്നുള്ളത് വിശദമായ പഠനവും അറിവുമാണ്. അത് എല്ലാവരുടെ മേലും നിർബന്ധമില്ലെങ്കിലും അത് പഠിച്ച ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് അനന്തരാവകാശ നിയമങ്ങൾ, സക്കാത്തുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ദീനിലെ അഗാധമായ മസായിലുകൾ, അത് എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമില്ല. പക്ഷേ പഠിച്ച ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായിത്തീരും. ഇങ്ങനെ സഹോദരങ്ങളെ, 2 രൂപത്തിലാണ് നിർബന്ധമായി തീരുന്ന വിജ്ഞാനം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് നോമ്പിൻ്റെ വിധിവിലക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉംദത്തുൽ അഹ്കാം എന്ന ഫിഖ്ഹിലെ വളരെ മനോഹരമായ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് അതിലെ ഒരധ്യായം, കിതാബു സിയാം, അതാണ് നമ്മൾ അവലംബമാക്കുന്നത്. അൽ ഇമാം അൽ ഹാഫിദ് തഖിയുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് ആ കിതാബിൻ്റെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹം ഹിജ്റ 544 നാബൽസ് എന്ന പട്ടണത്തിലെ, അഥവാ ഫലസ്തീനിലെ അറിയപ്പെട്ട ഒരു പട്ടണമാണ് നാബൽസ്. അതിലെ ജമാഇൽ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്നും ഇൽമ് നേടിയിട്ടുള്ള, ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ
ഫകാന അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് പറഞ്ഞതായി കാണാം. അദ്ദേഹം ഹദീസിൻ്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ അഥവാ അത്രയും മഹാനായ വലിയ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് എന്ന് അർത്ഥം. സഹോദരങ്ങളെ, ഏതൊരു കാര്യവും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രാഥമികമായ ദീനിലെ അറിവ് നേടൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. നമ്മൾ ഏതൊരു മേഖലയിൽ ഇടപെടുന്നോ അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അറിയാതെ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ റമളാൻ സമീപത്തായി തീരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ കേൾക്കും. അതിൽ ഒന്നാണ് റമളാനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖാണ് ഒരാൾക്ക് റമളാൻ വന്ന് കിട്ടുക എന്നുള്ളത്. അതങ്ങനെ വന്ന് കിട്ടി നമുക്ക് ഒരു ഉപകാരവുമില്ലാതെ നമ്മിൽ നിന്നും തീർന്നു പോവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ശക്തമായ താക്കീത് ആ വിഷയത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഇബാദത്തിനെ കുറിച്ച് അത് ചെയ്യുന്നതിന് മുന്നേ പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് ഉൾക്കാഴ്ചയോടുകൂടി അത് ചെയ്യാൻ നമ്മെ സഹായിക്കും. ഒരാൾ സാധാരണ അറിയാതെ എല്ലാവരും ചെയ്യുന്നു അല്ലെങ്കിൽ പണ്ടേ നമ്മൾ ചെയ്തു പോരുന്നതാണ് എന്ന രൂപത്തിൽ ചെയ്യുന്നതും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകും. കാരണം അറിവ് എന്നത് നമ്മുടെ ദീനിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ്. എല്ലാ കാര്യത്തിലും ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്തുകളിൽ മുന്നേറാൻ ഈ ദീനിൽ കൽപ്പനയുണ്ട്. ആണ് തുടക്കത്തിൽ നമ്മൾ കേട്ട ഹദീസ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അല്ലാഹുവിൻ്റെ ദീനിൽ അവഗാഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കിതാബുസ് സിയാം നോമ്പുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന അധ്യായം. അസ്സിയാം എന്നത് സൗമുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. അഥവാ നോമ്പ്, അതിൻ്റെ ബഹുവചനമാണ് നോമ്പുകൾ. ഭാഷയിൽ അസ്സൗം അല്ലെങ്കിൽ അസ്സിയാം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, സംസാരം പിടിച്ചു വെക്കുക എന്നതിന് സൗം എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ നമുക്ക് കാണാം. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ. മറിയം റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞ വാക്കാണിത്. റഹ്മാനായ റബ്ബിനു വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു സൗമൻ. എന്താണ് അവിടെ അവർ പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞത്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഇന്നേ ദിവസം ഞാൻ ഒരാളോടും ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല. അഥവാ എൻ്റെ വാക്ക്, എൻ്റെ നാവിനെ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ പിടിച്ചു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഭാഷാപരമായി സൗം എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പിടിച്ചു വെക്കുക എന്നതാണ് ഭാഷയിൽ സൗം എന്ന വാക്കിൻ്റെ അർത്ഥം. ശറഇലുള്ള അർത്ഥം അൽ ഇംസാഖ് അഥവാ പിടിച്ചു വെക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഒന്നുകൂടി വിശദമായി അതിനെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അൽ ഇംസാഖു അൻ സാഇരിൽ മുഫത്തിറാത്തി മഅ നിയ്യതി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്.
നോമ്പിനെ മുറിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പിടിച്ചു വെക്കൽ. എങ്ങനെ പിടിച്ചു വെക്കണം? വെറുതെ പിടിച്ചു വെച്ചാൽ മതിയോ? പോരാ. മഅന്നീയ, നീയത്തോടുകൂടി. ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന നീയത്ത് ഉണ്ടായിരിക്കണം. എന്നിട്ട് നോമ്പ് മുറിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. അതിൽപ്പെട്ടതാണ് ഭക്ഷണപാനീയങ്ങൾ ഒരാൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ പിടിച്ചു വെക്കുക, അതൊരാൾ അതിൽ ഏർപ്പെടാതിരിക്കുക. ഏതു മുതൽ ഏതുവരെയാണ്? തുലൂഉൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചത് മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഇതാണ് ശർഇൽ സൗം എന്ന് പറഞ്ഞാൽ. ഒരു വാക്കിന് പല രൂപത്തിൽ അർത്ഥം പറയും. അറബിയിൽ അങ്ങനെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് 3 രൂപത്തിൽ ഒരു വാക്കിന്, ഒരു പദത്തിന് അർത്ഥം പറയപ്പെടാറുണ്ട്. ഒന്നാമത്തേത് ഭാഷാപരമായ അർത്ഥം പറയും, അതാണ് നമ്മൾ തൊട്ടു മുന്നേ കേട്ടത്. രണ്ടാമത്തേത് ശർഇയായി കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അങ്ങനെ ഒരു വാക്കിന് അർത്ഥം പറയും. മൂന്നാമത്തെ ഒരു രൂപം നാട്ടിൽ പൊതുവെ പറയപ്പെടുന്ന ചില അർത്ഥങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം പ്രാർത്ഥന എന്നാണ്. ശർഇയായ അർത്ഥം എന്താണ്? അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നാണ്. ഉറഫിയായി നാട്ടിൽ പൊതുവെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകൾ അതുകൊണ്ട് അർത്ഥമാക്കാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. ഞാൻ സ്വലാത്തിന് പോവാണെന്ന് പറഞ്ഞാൽ ആ സ്വലാത്താണ് പരിഗണിക്കുക, അതാണ് ആളുകൾ ഉദ്ദേശിക്കുക. ഞാൻ നിസ്കരിക്കാൻ പോവാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് എന്ന് ആളുകൾ പെട്ടെന്ന് അർത്ഥം പറയുകയില്ല. ഒരു ഫായിദ എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്നു മാത്രം. ഇതാണ് സഹോദരങ്ങളെ അസ്സൗം, അസ്സിയാം എന്ന വാക്കിൻ്റെ ഭാഷാപരമായിട്ടുള്ളതും ശർഇയായിട്ടുള്ളതുമായ അർത്ഥങ്ങൾ. അസ്സിയാം, നോമ്പുകൾ ഫർളായതുണ്ട്, മുസ്തഹബായതുണ്ട്. 2 രൂപത്തിലാണ് നോമ്പുകൾ ഉള്ളത്, അല്ലെങ്കിൽ നോമ്പുള്ളത്. ഫർളായ നോമ്പ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് റമളാൻ മാസത്തിലുള്ള നോമ്പാണ്. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മുഅ്മിനുകളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീരുവാൻ വേണ്ടിയത്രേ അത്. ഇതാണ് ഒന്നാമത്തെ നിർബന്ധമായിട്ടുള്ള നോമ്പ്. ഇത് ഒരടിമയുടെ മേൽ ഈ നോമ്പിൻ്റെ നിബന്ധനകൾ പാലിക്കപ്പെട്ട ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ഫർളായ നോമ്പ് എന്നത് ഒരാൾ നേർച്ച നേർന്നു എന്ന് വിചാരിക്കുക. നോമ്പെടുക്കാൻ ഒരാൾ നേർച്ച നേർന്നു, ആ നേർച്ച നേർന്ന നോമ്പ് അയാളുടെ മേൽ നിർബന്ധമാണ്. മൂന്നാമത്തെ നിർബന്ധമായ നോമ്പിൽപ്പെട്ടതാണ് കഫാറത്തിൻ്റെ പ്രായശ്ചിത്തമായി ഒരാൾ ചെയ്യേണ്ടതായി വന്നിട്ടുള്ള നോമ്പുകൾ. ഉദാഹരണത്തിന്, അബദ്ധത്തിൽ ഒരാളുടെ അടുക്കൽ നിന്നും കൊലപാതകം സംഭവിച്ചു പോയി, അയാൾ കഫാറത്തിൻ്റെ നോമ്പെടുക്കണം. മറ്റുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നതിന് പുറമെ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്, ഒരാളിൽ നിന്നും അത് ഒഴിവായി പോവുകയില്ല. അതുപോലെ തന്നെ ളിഹാർ സംഭവിച്ചാൽ ഒരാൾ അയാളുടെ ഭാര്യയോട് പറയാണ്, ഇന്നു മുതൽ ഞാൻ നിന്നെ എൻ്റെ ഉമ്മയായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ നോമ്പെടുക്കണം പ്രായശ്ചിത്തമായി. അയാൾക്ക് പല കാര്യങ്ങളുമുണ്ട്, അതിലൊന്ന് നോമ്പാണ്. അതുപോലെ തന്നെ ഒരാൾ റമദാനിൻ്റെ പകലിൽ
ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് പ്രായശ്ചിത്തമായി കഫാറത്തായി നോമ്പ് നോൽക്കേണ്ടി വരും. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. ഈ പറയപ്പെട്ട നോമ്പുകളെല്ലാം നിർബന്ധമാണ്, വാജിബായിട്ടുള്ള ഫർളായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള നോമ്പുകളാണ്. ഇനി സുന്നത്തായിട്ടുള്ള നോമ്പുകൾ ഏതൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട നോമ്പുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പുകൾ, അതുപോലെ തന്നെ അയ്യാമുൽ ബീദ് മാസത്തിലെ 13, 14, 15, അതുപോലെ ആശൂറയിൻ്റെ നോമ്പ്, അറഫാ ദിനത്തിലെ നോമ്പ്, ഇങ്ങനെ തുടങ്ങി സുന്നത്ത് നോമ്പുകളുണ്ട്. ഇങ്ങനെ സഹോദരങ്ങളെ പൊതുവെ 2 രൂപത്തിലാണ് നോമ്പുകൾ ഉള്ളത്. ഒന്നല്ലെങ്കിൽ നിർബന്ധമായിരിക്കും, അതല്ലെങ്കിൽ സുന്നത്തായ നോമ്പുകളായിരിക്കും. നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ച് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച പ്രസിദ്ധമായ ഹദീസ്, അസ്സിയാമു ലീ വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എല്ലാ ഇബാദത്തും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു അല്ലാതെ നമുക്ക് പ്രതിഫലം നൽകാൻ മറ്റാരുമില്ല. പക്ഷെ നോമ്പിൻ്റെ കാര്യം അള്ളാഹു പ്രത്യേകം പറഞ്ഞത്, നോമ്പിന് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും എന്നതുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു, ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടാണ് അള്ളാഹു ഈ രൂപത്തിൽ പ്രതിഫലം നിശ്ചയിച്ചത്, അള്ളാഹുവിലേക്ക് ചേർത്തി നോമ്പിനെ പറഞ്ഞത്? യദഉ ശഹ്വതഹു വ തആമഹു മിൻ അജ്ലി. ഒരാൾ തൻ്റെ ദേഹേച്ഛയും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ ഭക്ഷണപാനീയങ്ങളും എനിക്ക് വേണ്ടി, അഥവാ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് എന്നത് സഹോദരങ്ങളെ വളരെ മഹത്തായ ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അൽ ഹസനതു ബിഅശ്രി അംസാലിഹ ഇലാ 700 ളിഅഫിൻ. ഒരു നന്മ അതിന് അള്ളാഹു 10 പ്രതിഫലമാണ് ചുരുങ്ങിയത് നൽകുക. 10 മുതൽ 700 ഇരട്ടി വരെ ഒരാൾക്ക് ഒരു നന്മക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഇല്ല സൗം, നോമ്പിനൊഴികെ. നോമ്പിന് 1, 10, 70, 700 അല്ല, പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഹദീസിൽ കാണാം, ഫഇന്നഹു ലീ വ അന അജ്സി ബി. നോമ്പ് ഒരടിമ എനിക്ക് വേണ്ടിയാണ് നിർവഹിക്കുന്നത്, ഞാൻ അതിന് പ്രതിഫലം നൽകും. അഥവാ കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് നിശ്ചയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് വലിയ കാര്യമാണ്. നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന അനേകം തെളിവുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കും. റമദാനിലെ നോമ്പിൻ്റെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ 5 സ്തംഭങ്ങൾ, 5 തൂണുകൾ അതിൽ ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. 5 കാര്യങ്ങളിൽ ഷഹാദത്ത്, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഈ ദീൻ നിലനിൽക്കുന്ന 5 തൂണുകൾ, 5 സ്തംഭങ്ങൾ, അതിലൊന്നാണ് നോമ്പ് എന്നുള്ളത്. നോമ്പിന് വലിയ പ്രത്യേകത വരാനുള്ള കാരണങ്ങളിൽ ഒന്ന്, നോമ്പിൽ എല്ലാവിധ ക്ഷമയും അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാനുള്ള ക്ഷമ നോമ്പിലുണ്ട്. അള്ളാഹുവിൻ്റെ വിലക്ക്, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ നോമ്പിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖലാ ഖദർ, അവൻ്റെ തീരുമാനങ്ങൾ, അതിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായേക്കാം. നോമ്പ് കൊണ്ട് ഒരാൾക്ക് വിശപ്പും അതുപോലെയുള്ള പ്രയാസവും ദാഹവും ഒക്കെ ഉണ്ടായേക്കാം. ഇങ്ങനെ ക്ഷമയുടെ ഇനങ്ങളൊക്കെ ഒരുമിച്ചിട്ടുള്ള കാര്യമാണ് നോമ്പ് എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, ഒരടിമക്കും തൻ്റെ റബ്ബിനും ഇടയിലുള്ള രഹസ്യമായ ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്.
മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല. ഒരാൾ നോമ്പുകാരനായി ആളുകൾക്കിടയിൽ ഇറങ്ങിയാൽ, അവരോടൊപ്പം ഇരുന്നാൽ, അവരോടൊപ്പം ഇടപഴകിയാൽ തിരിച്ചറിഞ്ഞു കൊള്ളണം എന്നില്ല. നോമ്പുകാലത്ത് ഒരാൾ നോമ്പില്ലാതെയാണ് ഇറങ്ങി വന്നത് എന്ന് വിചാരിക്കുക, ആളുകൾക്ക് മനസ്സിലാവുകയില്ല. അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇഖ്ലാസോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഇബാദത്താണ് നോമ്പ്. കാരണം നോമ്പ് നാമും നമ്മുടെ റബ്ബുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യമായ ഇബാദത്താണ്. ആരോരുമില്ലെങ്കിലും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, വെള്ളം, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകൾ, ഇതൊക്കെ നടപ്പിലാക്കാനുള്ള എല്ലാ കഴിവും അവസരവും സന്ദർഭവും ഒക്കെ ഉണ്ടായാലും ഒരു സത്യവിശ്വാസി നോമ്പ് മുറിക്കുന്ന ഒരു കാര്യം ചെയ്യുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു കാണും, അള്ളാഹു അറിയും. ഞാൻ നോമ്പ് മുറിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എൻ്റെ നോമ്പ് ഫസാദായി പോകും, എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് നോറ്റിട്ടുള്ളത് എന്ന ചിന്ത ഒരു മനുഷ്യനെ ആ ഇബാദത്തിൽ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ സഹോദരങ്ങളെ നോമ്പിനുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് അനേകം ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അവന് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. കിതാബ് സിയാം എന്ന കിതാബിൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ള ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقدموا رمضان بصوم يوم ولا يومين إلا رجلا كان يصوم صوما فليصمه. ഈ ഹദീസാണ് അദ്ദേഹം ആദ്യമായി ഈ ബാബിൽ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തഖദ്ദമൂ, നിങ്ങൾ മുന്തിക്കരുത്, അല്ലെങ്കിൽ വരവേൽക്കരുത്, റമളാനിനെ. ലാ തഖദ്ദമൂ റമളാന, നിങ്ങൾ റമളാനിനെ വരവേൽക്കരുത്. ബിസൗമി യൗമിൻ വലാ യൗമൈൻ, ഒരു ദിവസം അതല്ലെങ്കിൽ 2 ദിവസം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്, അഥവാ റമളാനിനോട് അടുത്ത ദിവസങ്ങൾ, റമളാനിലെ നോമ്പ് ആരംഭിക്കുന്നതിന് മുന്നേ നിങ്ങൾ മുന്തിച്ച് നോമ്പ് എടുക്കരുത്. അതിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ നോമ്പ് എടുത്തുകൊണ്ട് റമളാനിനെ വരവേൽക്കരുത്. ഇല്ലാ റജുലൻ, ഒരാളൊഴികെ, കാന യസൂമു സൗമൻ ഫല്യസുംഹു, ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. ആരാണവർ? കാന യസൂമു സൗമൻ, അയാൾ സ്ഥിരമായി നോമ്പെടുത്തു വരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ റമളാനിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ അയാൾ നോമ്പെടുത്തു വരുന്ന ദിവസം യോജിച്ചു വന്നാൽ ഫല്യസുംഹു, അയാൾ നോമ്പെടുത്തു കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. ലാ തഖദ്ദമൂ റമളാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖദ്ദമൂ, ഈ വാക്ക് ലാ തഖദ്ദമൂ എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രയോഗം. അത്തഖദ്ദും എന്ന് പറഞ്ഞാൽ മുൻകടക്കൽ, മുന്തിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. റമളാനിനെ ഒരാൾ റമളാൻ ആവുന്നതിന് മുന്നേ നോമ്പെടുത്തുകൊണ്ട് മുന്തിക്കരുത്.
റമദാനിനെ ഒരാൾ വരവേൽക്കുക എന്നത് നോമ്പെടുത്തുകൊണ്ടായിരിക്കരുത്. ചില ആളുകൾ റമദാനിൻ്റെ തലേ ദിവസം പൊതുവെ ചിലപ്പോൾ മാസം കണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങളും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി, സൂക്ഷ്മതയ്ക്ക് വേണ്ടി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന നിലക്ക് നോമ്പെടുക്കാറുണ്ട്. അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത്. റമദാനിനെ എന്തുകൊണ്ടാണ് 1-2 ദിവസങ്ങൾ നോമ്പെടുത്തുകൊണ്ട് വരവേൽക്കരുത്, മുന്തിക്കരുത് എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു, അതിനുള്ള ഒരു കാരണം ഫർളായ ഇബാദത്തുകളും സുന്നത്തായ ഇബാദത്തുകളും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയാണ്. ശഅബാനിൻ്റെ 29-30 ദിവസങ്ങൾ, ആ ദിവസത്തിൽ നിരുപാധികം ഒരാൾ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരാൾ 29-30 നോമ്പെടുത്തു, പിന്നെ റമദാൻ ഒന്നായി, പിന്നെയും നോമ്പ് തന്നെ. അപ്പം അങ്ങനെ തുടർച്ചയായ ഒരു നോമ്പ് വേണ്ടതില്ല. മറിച്ച് നിരുപാധികമുള്ള നോമ്പ് അയാൾ തൊട്ടു മുന്നേ അവസാനിപ്പിക്കേണ്ടതുണ്ട്. റമദാനിനെ വരവേൽക്കുമ്പോൾ ഫർളും സുന്നത്തും വേർതിരിക്കപ്പെടുന്ന രൂപത്തിൽ ഒരു വേർതിരിവുണ്ടാവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിൻ്റെ 1-2 ദിവസങ്ങൾ നോമ്പ് പിടിക്കാതെ ഒരാൾ നിന്നാൽ അത് കഴിഞ്ഞൊരാൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും ആരോഗ്യപരമായ മുന്നൊരുക്കങ്ങളും ഒക്കെ നടത്താൻ പറ്റും. ഒരാൾ തുടർച്ചയായി നോമ്പെടുത്താൽ പിന്നെയും അയാൾ നോമ്പിലേക്കാണ് പ്രവേശിക്കേണ്ടത്. പിന്നെ ഒരു മാസക്കാലം അയാൾക്ക് നിർബന്ധമായ നോമ്പാണ്, സുന്നത്ത് പോലെയല്ല ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ് നോമ്പ് മുറിക്കാൻ പറ്റുകയില്ല, അയാൾക്ക് നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് 1-2 ദിവസങ്ങൾക്ക് മുന്നേ നിരുപാധികമുള്ള സുന്നത്ത് നോമ്പ് ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചില റിവായത്തുകളിൽ, ചില ഹദീസുകളിൽ നമുക്കിപ്രകാരം കാണാം, ഇദന്തസഫ ശഅബാനു ഫലാ തസൂമു. ശഅബാൻ 15 ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പകുതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത്. ശഅബാൻ 15-ന് ശേഷം പിന്നെ ഒരാൾ നോമ്പ് എടുക്കരുത് എന്ന് ഹദീസ് കാണാം. നമുക്കറിയാം, ശഅബാൻ മാസം നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ധാരാളമായി നോമ്പെടുത്തിരുന്നു എന്ന് കാണാം. ഒരുപാട് നോമ്പെടുത്തിരുന്നു. മറ്റുള്ള മാസങ്ങളിൽ, റമദാനല്ലാത്ത മറ്റു മാസങ്ങളിൽ എടുക്കാത്ത രൂപത്തിൽ ശഅബാനിൽ നോമ്പെടുത്തിരുന്നു. അപ്പം ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അത് ശഅബാനിൻ്റെ തുടക്കത്തിൽ ഒരാൾ എടുത്തില്ല എങ്കിൽ പകുതിക്ക് ശേഷം പിന്നെ അയാൾ ആരംഭിക്കരുത് എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. നേരത്തെ എടുത്തു വരുന്ന ആളാണ് എങ്കിൽ 15-ന് ശേഷവും ഒരാൾക്ക് എടുക്കാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ശഅബാനിൽ ഒരാൾ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചു, ആദ്യം മുതലേ അയാൾ നോമ്പെടുക്കുന്നുണ്ട് എങ്കിൽ ശഅബാനിൻ്റെ അവസാനം വരെ അയാൾക്ക് എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. ഒരാൾ ശഅബാനിൻ്റെ ആദ്യത്തിലൊന്നും നോമ്പെടുത്തില്ല എങ്കിൽ പകുതിക്ക് ശേഷം പിന്നെ അയാൾ തുടങ്ങേണ്ടതില്ല. അതാണ് ഈ ഹദീസ്. ഇദന്തസഫ ശഅബാനു ഫലാ തസൂമു. ശഅബാൻ പകുതിയായാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത്. ഈ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെടുത്തിയാൽ റമദാനിന് മുന്നേ മുന്നൊരുങ്ങാനുള്ളതാണ്. റമദാനിന് അടുത്ത ദിവസങ്ങൾ ഒരാൾ നോമ്പെടുക്കാതിരിക്കലാണ് അയാൾക്ക് നല്ലത് എന്ന അർത്ഥത്തിലാണ്. അഥവാ നോമ്പുമായി റമദാനിനെ വരവേൽക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം. ഒരാൾ നിരുപാധികം റമദാനിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ നോമ്പ് കൊണ്ട് റമദാനിനെ മുൻകടക്കരുത്, റമദാനിനെ വരവേൽക്കരുത്, നിരുപാധികം സുന്നത്തായ നോമ്പെടുക്കരുത്.
ഇല്ലാ റജുലൻ, ഒരാളൊഴികെ, കാന യസൂമു സൗമൻ ഫല്യസുമു, അയാൾ സ്ഥിരമായി നോമ്പെടുക്കുന്ന ആളാണ്, നോമ്പെടുത്തു വരുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഷാബാനിൽ ധാരാളമായി നോമ്പെടുക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയാണ്. അയാൾ തുടക്കത്തിലേ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ 29 വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ആയി എന്ന് വിചാരിക്കാം, അയാൾക്ക് നോമ്പെടുക്കാം. അങ്ങനെ എടുത്തു വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാം. ഒരാൾ ഇല്ല റജുലൻ കാന യസൂമു സൗമൻ ഫല്യസുംഹു, നോമ്പെടുത്തു വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ദിവസം നോമ്പെടുക്കേണ്ട ദിവസവുമായി യോജിച്ചു വന്നാൽ അയാൾക്കെടുക്കാം. അത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്ത് അങ്ങനെയുള്ള ആളുകളെ ഇസ്തിസ്നാ ചെയ്തു, അത് മാറ്റി നിർത്തി. അവർക്കത് എടുക്കാവുന്നതാണ്. ഒരാൾ സ്ഥിരമായി നോമ്പെടുക്കുന്ന ആളാണ്, അയാളുടെ നോമ്പെടുക്കുന്ന ദിവസം അതുമായി യോജിച്ചു വന്നു, വ്യാഴാഴ്ച തിങ്കളാഴ്ച, അല്ലെങ്കിൽ ഒരാൾക്ക് ഖളാ വീട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരാൾ നേർച്ച നേർന്നു, അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിലാണ് എടുക്കാൻ അനുയോജ്യമായി വന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് എടുക്കാം. അതല്ലാതെ സാധാരണ ഒരാൾ നിരുപാധികം 1-2 ദിവസങ്ങൾക്ക്, റമദാനിൻ്റെ 1-2 ദിവസങ്ങൾ നോമ്പെടുക്കാതെ എന്നിട്ട് റമദാനിനെ വരവേൽക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. ഒരാൾ ആ 29-30 ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. നിരുപാധികം നോമ്പെടുക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. നിരുപാധികം ഒരാൾ മുമ്പേ എടുത്തു വന്ന ആളൊന്നല്ല. ഒരാൾക്ക് 27-28 ആകുമ്പോൾ, അല്ലെങ്കിൽ 28-29 ആയപ്പോൾ ഒരാൾക്ക് നോമ്പെടുക്കാൻ തോന്നുകയാണ്, പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസം കാണൂലേ, കിട്ടിയാൽ കിട്ടി, ഏതായാലും ഒരു നോമ്പല്ലേ എന്ന ഇഹ്തിയാത്ത്, സൂക്ഷ്മത, ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരാൾ നിരുപാധികം നോമ്പെടുക്കരുത് എന്നാണ് ആ പറഞ്ഞത്. എന്നാൽ ഒരാൾ നോമ്പെടുത്തു വന്ന ഒരാളാണെങ്കിൽ അവസാനത്തിലും അയാൾക്ക് നോമ്പെടുക്കാം. ഷാബാൻ്റെ 30ാമത്തെ ദിവസമാണ് വ്യാഴാഴ്ച വന്നതെന്ന് വിചാരിക്കാം, അയാൾക്ക് എടുക്കാം. 29-ാം തീയതി ഈ രൂപത്തിൽ വന്നു, അയാൾക്ക് എടുക്കാം, കുഴപ്പമില്ല. കാരണം അയാൾ സ്ഥിരമായി എടുത്തു വന്നതാണ്. അതാണ് സഹോദരങ്ങളെ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഈ കിതാബിൻ്റെ ആദ്യത്തിൽ കൊണ്ടുവന്ന ഹദീത്ത്. ഹദീത്ത് മനസ്സിലായോ? എന്താണ് ഹദീത്തിൻ്റെ ആശയം? റമദാനിനെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ നോമ്പുമായി വരവേൽക്കരുത്. ഷാബാനിൻ്റെ അവസാനത്തിൽ ഈ ദിവസങ്ങളിൽ നിരുപാധികം നോമ്പെടുക്കാതെ ഒരാൾ സാധാരണ പോലെ നിൽക്കുക. ഇനി ഒരാൾ എടുത്തു വരികയാണെങ്കിൽ അയാൾക്ക് എടുക്കാം. അടുത്ത ഹദീസ് عن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فاقدروا له. عبد الله بن عمر ابن الخطاب رضي الله عنهما അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഞാൻ കേട്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം കേട്ടിരിക്കുന്നു. ഇദാ റഅയ്തുമൂഹു ഫസൂമൂ, ഇദാ റഅയ്തുമൂഹു അഥവാ ഇദാ റഅയ്തും ഹിലാല റമദാൻ, റമദാനിൻ്റെ ഹിലാൽ മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ ഫസൂമു, നിങ്ങൾ നോമ്പെടുക്കുക. വ ഇദാ റഅയ്തുമൂഹു അഥവാ ഹിലാല ശവ്വാൽ, ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടാൽ ഫഅഫ്തിറു, നിങ്ങൾ നോമ്പ് മുറിക്കുക, നോമ്പ് ഉപേക്ഷിക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും, ഇനി നിങ്ങൾക്ക് മറക്കപ്പെട്ടു, മൂടപ്പെട്ടു, ഹിലാല് വ്യക്തമായില്ല, ഫഖ്ദുറൂ ലഹു,
എങ്കിൽ നിങ്ങൾ പൂർത്തീകരിക്കുക. ഈ ഹദീസ് സഹോദരങ്ങളെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഇപ്പോൾ റമദാനിന് വേണ്ടി എങ്ങനെയാണ് മുന്നൊരുങ്ങേണ്ടത് എന്നാണ് ആദ്യത്തെ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി റമദാനിലേക്ക് നമ്മൾ കടക്കണം. ദുഖൂലു റമദാൻ അതല്ലെങ്കിൽ ദുഖൂലു ഷവ്വാൽ, റമദാനിലേക്കും അതല്ലെങ്കിൽ ഷവ്വാലിലേക്കും ഒക്കെ ഒരാൾ പ്രവേശിക്കൽ എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അർറുഇയ, കാണലാണ്. ഈ ഹദീസിൽ വന്നതുപോലെ ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ, അഥവാ മാസം ഒന്നല്ലെങ്കിൽ 29 അതല്ലെങ്കിൽ 30. ഇപ്പം 29 അന്ന് കണ്ടാൽ, മാസം കണ്ടാൽ അടുത്ത മാസമായി പ്രഖ്യാപിക്കും. ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുക ഒന്ന് റുഇയാണ്, കാഴ്ചയാണ്. രണ്ടാമത്തേത് 30 പൂർത്തീകരിക്കലാണ്. രണ്ടാമത്തേത് 30 പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. 29 കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ 30 പൂർത്തിയാക്കി അതിൻ്റെ അടുത്ത ദിവസം അടുത്ത മാസമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ കാഴ്ച അവലംബമാക്കിക്കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഏത് കാലത്തും ആർക്കും ഒരു സാങ്കേതിക വിദ്യയുടെ സഹായവും ഇല്ലാതെയും നേർക്ക് നേരെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഈ പറഞ്ഞ കാര്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ചന്ദ്രൻ, അതിനെ നോക്കി ഹിലാല് തീരുമാനിക്കാം. ഒരു സാങ്കേതിക വിദ്യ ഒരാളുടെ കയ്യിലില്ല. ഒരാൾ മരുഭൂമിയിലാണ്, അയാൾക്ക് മുകളിലേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൻ്റെ സമയം, ഒരാൾക്ക് സൂര്യൻ്റെ ചലനം നേരെ ഉച്ചയിൽ വന്ന് നിന്നാൽ അവിടുന്ന് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിയാൽ ദുഹറിൻ്റെ സമയം ആരംഭിച്ചു. ഇങ്ങനെ ഒരാൾക്ക് സൂര്യനും ചന്ദ്രനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾക്ക് സമയം അന്വേഷിക്കാനും കണ്ടെത്താനുമൊക്കെയുള്ള മാർഗമായി നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വലിയ അനുഗ്രഹമാണത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പെരുന്നാളാക്കുക. ഈ ഹദീസ് ഒരുപാട് വലിയ ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും കോളിളക്കങ്ങൾക്കുമൊക്കെ വിധേയമാക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസിൽ ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ എന്ന് പറഞ്ഞു. ആരാണ് നിങ്ങൾ? നിങ്ങൾ കണ്ടാൽ എന്ന് പറയുമ്പോൾ സഹാബത്താണോ, അല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളാണോ, അല്ല ഓരോ നാട്ടിലുമാണോ? ഫിഖഹിൻ്റെ കിതാബിൽ പണ്ഡിതന്മാർ പറഞ്ഞു 8ഓളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങളാണുള്ളത്. 2 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരഭിപ്രായം, ലോകത്ത് ഒരു സ്ഥലത്ത് പിറവി കണ്ടാൽ എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിനവർ പറഞ്ഞ കാര്യങ്ങൾ, തെളിവുകൾ എല്ലാവർക്കും ഐക്യമുണ്ടാകും, ഒരു ഏകീകരണം ഉണ്ടാകും, ഭിന്നിപ്പുണ്ടാവുകയില്ല എന്നൊക്കെയാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഓരോ നാട്ടിനും അവരവരുടെ കാഴ്ചയുണ്ട്. ഓരോ നാട്ടിനും അവരവരുടെ കാഴ്ചയുണ്ട്. ലോകത്തൊരു സ്ഥലത്ത് കണ്ടാൽ എല്ലാ സ്ഥലത്തും നടപ്പിലാക്കുക എന്നത് പ്രായോഗികമല്ല. അതിനവർ പറഞ്ഞ ന്യായം അല്ലെങ്കിൽ കാരണം ഇഖ്തിലാഫുൽ മതാലിഅ, അഥവാ ഉദയസ്ഥാനത്തിന് മാറ്റമുണ്ട്. ലോകത്ത് ഒരു സൂര്യനും ഒരു ചന്ദ്രനേ ഉള്ളൂ, 2 ഇല്ല. പക്ഷെ അത് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പല സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇഖ്തിലാഫുൽ മതാലിഅ, ഇത് ഉദയസ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് നടപ്പിലാവാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇതാണ് പ്രധാനമായി 2 അഭിപ്രായങ്ങളുള്ളത്. ഇതിൽ വല്ലാഹു അലം മനസ്സിലാവുന്നത് ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം
സഹീഹ് മുസ്ലിമിൻ്റെ ഓരോ ഹദീസുകളും ഒരു തലക്കെട്ടിന് കീഴിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്ന ആ ബാബിന് തലക്കെട്ട് നൽകിയത് ഓരോ നാട്ടിനും അവരുടെ കാഴ്ചയുണ്ട്. അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാവുന്നത്. വല്ലാഹു അലം. കാരണം നേരത്തെ പറഞ്ഞ ഇഖ്തിലാഫുൽ മതാലിഅ, വ്യത്യസ്തങ്ങളായ ഉദയസ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഏകീകരണം അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടഭിപ്രായത്തിൽ ഇത് പഴയ കാലത്തെ ഉള്ള രണ്ട് അഭിപ്രായങ്ങളാണ്. ഫിഖഹിൻ്റെ കിതാബ് പരിശോധിച്ചാൽ നമുക്ക് ഈ അഭിപ്രായങ്ങൾ കാണാം. അപ്പം അതിൽ ശരിയായി മനസ്സിലാവുന്നത് ഇതാണ് എന്ന് പറഞ്ഞു. വല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ, ആ ചില ഹദീസുകൾ ഇങ്ങനെയാണ്, ചില പ്രയോഗങ്ങൾ പൊതുവായിട്ടാണോ അതല്ല പ്രത്യേകമായിട്ടാണോ എന്നൊക്കെ ചർച്ചകളുണ്ടാകും. ഇവിടെ നിങ്ങൾ കണ്ടാൽ എന്ന് പറഞ്ഞാൽ വേറെ ചില ഹദീസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങളെന്നത് ലോകത്തുള്ള എല്ലാവർക്കുമുള്ള ഖിതാബല്ല, മറിച്ച് ഓരോരുത്തർക്കുമുള്ള ഖിതാബാണ്, ഓരോരുത്തരോടുമുള്ള സംസാരമാണ്. അപ്പോൾ കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, കാണണം. കാഴ്ച എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചില ആളുകൾ കണക്ക് നോക്കി തീരുമാനിക്കാറുണ്ട്. കണക്ക് നോക്കി തീരുമാനിക്കുക എന്നുള്ളത് കണക്കൊരിക്കലും അവലംബമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഇയത്താണ് പറഞ്ഞത്, കാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാണണം, നേർക്ക് നേരെ കാണണം, കണ്ണുകൊണ്ട് കാണണം. അതല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരാൾക്ക് കാണണം. ഇപ്പോൾ റുഇയ എന്നത് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് വഇദാ റഅയ്തുമൂഹു, നിങ്ങൾ ഹിലാൽ കണ്ടാൽ, ഏത് ഹിലാൽ? ശവ്വാലിൻ്റെ ഹിലാൽ കണ്ടാൽ ഫാഫ്തിറു, നോമ്പ് മുറിക്കുക, പെരുന്നാളാക്കുക, ഈദുൽ ഫിത്റാക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും, ഇനി നിങ്ങൾക്ക് മൂടപ്പെട്ടു അഥവാ കാഴ്ച കണ്ടില്ല, പൊടിയോ മേഘമോ അങ്ങനെ വല്ലതും കാരണത്താൽ കാഴ്ച മറക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫഖ്ദുറൂ ലഹു എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങളാണ് ഫഖ്ദുറൂ ലഹു എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം ശഅബാനിനെ 29 എടുക്കുക, അവസാനിപ്പിക്കുക. അതായത് 29 കാണണം, പക്ഷെ കാണാൻ സാധിച്ചില്ല എങ്കിൽ 29 അതിനെ അവസാനിപ്പിക്കുക, അതിനെ എടുക്കുക എന്ന അർത്ഥത്തിലാണ് ഒരഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം അതാണ് ശരിയായ അഭിപ്രായം. കാരണം ഫഖ്ദുറൂ ലഹു എന്നത് ഭാഷാപരമായ ഒരു വ്യാഖ്യാന പ്രകാരമാണ് ളുയ്യിഖ അലൈഹി, അല്ലെങ്കിൽ എടുക്കുക, ആ രൂപത്തിലുള്ള അർത്ഥം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ശരിയായ അഭിപ്രായം നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്നതാണ്. കാരണം വേറെ ചില ഹദീസിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. ഫഖ്ദിറൂ ലഹു 30, വേറെ ചില റിവായത്തിൽ ഫഅക്മിലുൽ ഇദ്ദത 30, നിങ്ങൾ എണ്ണം 30 പൂർത്തീകരിക്കുക. അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, എണ്ണം 30 പൂർത്തീകരിക്കുക. വേറെ ചില റിവായത്തിൽ കാണാം ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30, അങ്ങനെ തന്നെ നേർക്ക് നേരെ ശഅബാൻ 30 എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫഖ്ദുറൂ ലഹു, ആ മാസത്തെ നിങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ എത്രയാണോ 29 ആണെങ്കിൽ അതിൽ അവസാനിപ്പിക്കുക എന്നതല്ല, മറിച്ച് 30 പൂർത്തീകരിച്ചുകൊണ്ടാണ് ഫഖ്ദുറൂ ലഹു, നിങ്ങളതിനെ എണ്ണേണ്ടത് അല്ലെങ്കിൽ നിങ്ങളതിനെ പൂർത്തീകരിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഥവാ സഹോദരങ്ങളെ, ഈ ഹദീസിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക മാസപ്പിറവി കണ്ടാലാണ്. മാസപ്പിറവി കാണണം, അതല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തീകരിക്കപ്പെടണം.
ഇനി ഷവ്വാലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ റമദാനിൻ്റെ 29-ന് മാസം കാണണം. അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തീകരിക്കപ്പെടണം. ഇതില്ലാത്തൊരു അവസ്ഥയുണ്ടായാൽ എന്ത് ചെയ്യണം എന്നാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. എന്ത് വേണം? ഫഖ്ദുറു ലഹു, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക. അഥവാ രണ്ടഭിപ്രായം അതിൽ പറഞ്ഞു. അതിൽ ശരിയായ അഭിപ്രായം വേറെ ചില സഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഫസൂമു 30 യൗമൻ, നിങ്ങൾ 30 ദിവസം നോമ്പ് എടുക്കുക, അഥവാ 30 എണ്ണം പൂർത്തീകരിക്കുക, ശഅബാൻ 30 പൂർത്തീകരിക്കുക. ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ 30 പൂർത്തീകരിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത മാസമായി പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ഒരു നിലക്കും കാഴ്ചയല്ല, കാഴ്ചക്ക് പുറമെ കലണ്ടറോ അതല്ലെങ്കിൽ കണക്കോ ഇതൊന്നുമല്ല അവലംബം, കാഴ്ച തന്നെയാണ് എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലുള്ള തർക്കങ്ങളൊക്കെ ഇവിടെ തീർന്നു. എങ്ങനെ? കണക്ക് നോക്കി നേരത്തെ തീരുമാനിച്ചാൽ, ഇപ്പോൾ കാണേണ്ട ദിവസമായിരിക്കും, നേരത്തെ ചില ആളുകൾ പ്രഖ്യാപിക്കും ഇന്ന് കാണൂല, അതുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾ പ്രഖ്യാപിക്കുക എന്നത് ശരിയല്ല. ആളുകൾ പലതും ചെയ്യുന്നുണ്ടാവും, ശർഈയായി അത് ശരിയല്ല. കാണേണ്ട ദിവസമാണോ കാണാൻ നിൽക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് കാഴ്ച എന്നതാണ് അവലംബം. കാഴ്ച അതല്ലെങ്കിൽ മാസം 30 പൂർത്തിയാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ ഉറപ്പ് കിട്ടിയ കാഴ്ച വന്നാലല്ലാതെ മാസത്തിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാസം പൂർത്തീകരിക്കപ്പെടണം. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെന്താണ് ചോദിച്ചത്? കണക്കല്ല, അത് കാഴ്ച. അത് കാഴ്ചൻ്റെ അടിസ്ഥാനത്തിൽ സമയം കണക്കൂട്ടിയാണ്. എല്ലാ സമയത്തും അതിന് നിശ്ചയിക്കപ്പെട്ട സമയം തന്നെ. തുലൂഉൽ ഫജ്ർ അതിൻ്റെ പ്രാദേശിക സമയം മാറ്റമുണ്ടാവും, പക്ഷെ അത് ആ വന്ന സമയത്തന്നെ അത് പരിഗണിക്കുള്ളൂ. അതിനങ്ങോട്ടും ഇങ്ങോട്ടാവില്ലല്ലോ. ഇത് വ്യക്തമല്ലേ? അതായത് തുലൂഉൽ ഫജ്ർ, ഫജ്റു സ്വാദിഖ്, ഫജ്ർ 2 ഉണ്ട്. ആദ്യം ഒന്ന് പരന്നിട്ട് വരും, പിന്നെ അത് പോകും, പിന്നെ കുത്തനെ താഴേക്ക് ഇറങ്ങും. അത് വന്നാലേ എന്താവുള്ളൂ? സുബഹിയുടെ സമയം ആരംഭിക്കുള്ളൂ. അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെ പരിഗണിക്കുള്ളൂ. എല്ലാ സമയത്തും അങ്ങനെ തന്നെ പരിഗണിക്കുള്ളൂ. പ്രാദേശികമായ സമയത്തിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അത് ലോകത്ത് എവിടെ പോയാലും സുബഹി പരിഗണിക്കുക. ഇത് പുറത്ത് നമ്മൾ നോക്കിയാൽ ഒരു 3:30 മണി മുതലൊക്കെ ഇങ്ങനെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ 2 കാഴ്ചയും കാണാൻ പറ്റും. അതിൽ മാറ്റില്ല, കാഴ്ച തന്നെയാണ് അവലംബം. പിന്നെ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്. അതങ്ങനെ മഞ്ഞ കളറായി പിന്നെ സൂര്യൻ ഉദിച്ചു. ഇനി ദുഹറിലേക്ക് ഒരാൾ പ്രവേശിക്കണം, അപ്പോൾ അയാൾ സൂര്യൻ നോക്കിയാൽ മതി. അത് കിഴക്കുന്ന് ഉദിച്ച് അങ്ങനെ പൊങ്ങി വരും, എന്നിട്ട് നേരെ ഉച്ചിയിൽ നിൽക്കും, നേരെ നടുക്കുണ്ടാവും, പിന്നെ അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റും. അപ്പം അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പ്രാദേശികമായ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ തന്നെയാണ് ഒരാൾ മാസപ്പിറവി കാണുക. എങ്ങനെയാണ്? കാഴ്ചയാണ് അവലംബം. ശാസ്ത്രീയമായിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല, ശാസ്ത്രം ഒരു കാലത്ത് ഇല്ലാതായിപ്പോയി. നമ്മളെങ്ങനെ മാസം കാണും? എന്നാൽ റുഇയ ഉണ്ടാവില്ല. റുഇയ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ കാഴ്ച എന്നുള്ളത് അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ നിശ്ചയിച്ചതാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കോളിളക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പൊതുവെ നടക്കാൻ, നമ്മളതിൽ സൂക്ഷ്മത പാലിക്കൽ, ഇതിൻ്റെ ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും വിശദമായ ഒരു കാര്യത്തിലേക്ക് അള്ളാഹു തആല നമ്മളെ ഏൽപ്പിച്ചില്ല. നമ്മൾ സാധാരണക്കാരാണ്. ഇവിടെ പ്രഖ്യാപിക്കലാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ഇതൊന്നും സൂക്ഷ്മമായി അതിൻ്റെ പിന്നാലെ പോയിട്ട് കണ്ടുപിടിക്കാനൊന്നും നമുക്ക് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നമുക്ക് വിശ്വസ്തരാണ് അല്ലെങ്കിൽ സ്വീകാര്യോഗ്യമാണ് എന്ന് തോന്നുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അതാണ് ഏറ്റവും സുരക്ഷിതത്വം. മറ്റേ നമ്മൾ ഇബാദത്തിൽ ശക്ക് ഉണ്ടാവും, സംശയം ഉണ്ടാവും, നമ്മളെ ഇബാദത്ത് ഫസാദായി പോകും. അങ്ങനെ ഒരിക്കലും ഒരു ദുരവസ്ഥ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടില്ല. അൽഹംദുലില്ലാ, ഈ കാഴ്ച എന്നുള്ളത്
അത് എല്ലാ കാലത്തും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റേതിപ്പോൾ 100 കൊല്ലം അപ്പുറത്തുള്ളതും ഒരേ കയ്യിൽ കണക്കുണ്ടാവും. ഇത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അവരെന്ത് ചെയ്യും? ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എന്നാൽ കാഴ്ച എന്നുള്ളത് രാപ്പകലുകൾ, സൂര്യനും ചന്ദ്രനും അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. മറ്റേത് സൃഷ്ടികൾ കണ്ടുപിടിച്ചാണ്. അവർ കണക്കുകൂട്ടി പറയുന്നു, ചിലപ്പോൾ ശരിയാവും, പാളിപ്പോന്നില്ലേ. മാത്രമല്ല, ഒരു സാധാരണക്കാരന് ഇവർ പറയുന്ന കണക്കും അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ 1 മണിക്കൂർ നിങ്ങൾ ഇതുപോലെ ഓരോ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇത് എത്ര എളുപ്പത്തിലാണ്. ഇതാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ, ഫസൂമു, നിങ്ങൾ നോമ്പെടുക്കുക. അപ്പോൾ കാണണം. എവിടെ കാണേണ്ടത്? ആകാശത്ത് നോക്കിയാൽ അത് കാണുന്ന സ്ഥലത്ത് പോയി നിന്നാൽ കാണാം. ഇതാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ, അഥവാ ശവ്വാലിൻ്റെ ഹിലാൽ കണ്ടാൽ, ഫാഫ്തിറു. അതാണ് മറ്റവരുടെ വാദം തകർക്കുന്നത്. ഇനി കണ്ടില്ല എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതും സത്യപ്പെടുത്തുന്ന കാര്യമാണ്. ഒരാൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് 29 പോയി നോമ്പെടുക്കുക പാടില്ല. കാരണം എന്താ? ഫഖ്ദുറു ലഹു, നമ്മൾ 30 പൂർത്തീകരിക്കണം, വ്യക്തമാവണം. ദീനിലൊരിക്കലും പുകമറകൾ, അവ്യക്തതകളില്ല, എല്ലാം വ്യക്തമാണ്. ദീനിൽ ഏത് നിയമങ്ങളും അൽഹംദുലില്ലാ ഏത് കാര്യങ്ങളും വളരെ വ്യക്തമാണ്. അല്ലാഹു തആല ഒരിക്കലും ഒരു മേഖലയിലും നമ്മളെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടില്ല. എല്ലാം ലൈലുഹ കനഹാരിഹ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവിടുന്ന് വിട്ടേച്ചു പോയ മാർഗമെന്നത് അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണ്. അൽഹംദുലില്ലാ. ആ ഹദീസ് മനസ്സിലായില്ലേ? നോമ്പെടുക്കേണ്ട രൂപം, നോമ്പ് അവസാനിപ്പിക്കേണ്ടത്. കണ്ടില്ല എങ്കിൽ ഇതാണ്. സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ സമയത്തൊക്കെ ഒരുപാട് ചർച്ചകൾ, പ്രശ്നങ്ങൾ, വാഗ്വാദങ്ങൾ ഒക്കെ ഉണ്ടാവും. ഏതാണ് ദിവസങ്ങൾ നമ്മൾ നോക്കുക. ശവ്വാലിൻ്റെ മാസപ്പിറവിയാകട്ടെ അല്ലെങ്കിൽ റമദാനിൻ്റെ മാസപ്പിറവിയാകട്ടെ, ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇബാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാത്തിക്കുന്നത്. റമദാനിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാൻ, ഇബാദത്തുകളുമായി മുന്നേറാൻ ഒക്കെ നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കേണ്ട സമയത്ത് ദീനിലെ മസ്അല പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ കൂടുക ഒന്നും നിൽക്കരുത്. സ്വീകാര്യയോഗ്യമായ, വിശ്വസ്തരായ, നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ഏതാണ് ശരിയെന്ന് തോന്നുന്നു ശരി ചെയ്യുക. ഏതാണ് ശരിയായി മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പ്രമാണങ്ങളോട് യോജിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രവർത്തിക്കുക. കാരണം ഇത് ഇബാദത്താണ്, വാശി തീർക്കാനുള്ളതല്ല. ഇത്തരത്തിലുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അത് പ്രത്യേകിച്ച് ഏത് സമയത്തായാലും ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സമയമാകുമ്പോഴാണ് പിശാചിന് മേൽക്കൈ കിട്ടുക. നോമ്പിലേക്ക്, റമദാനിലേക്ക് കടക്കുമ്പോൾ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത കോലത്തിൽ ദേഷ്യവും പകയും വിദ്വേഷവുമായി റമദാനിലേക്ക് രാവിലെ സുബഹിക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ ഇവനുണ്ടാവും ഇപ്പുറത്ത്. കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തുക പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ പെരുന്നാൾ, സന്തോഷിക്കേണ്ട ദിവസത്തിൽ എത്തുക എങ്ങനെയാണ്? ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും കൊണ്ട് ശവ്വാലിൻ്റെ മാസപ്പിറവി കാണുക. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ട് കൽബ് ഇങ്ങനെ ഇടുങ്ങിയിട്ട് വലിയ ദുരവസ്ഥയാണത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ എന്നത് വളരെ എളുപ്പമാണ്. അൽഹംദുലില്ലാ, വളരെ എളുപ്പമാണ്, വിശാലതയുള്ളതാണ്, കാരുണ്യമുള്ളതാണ്. ഒരിക്കലും അള്ളാഹു, ഇത് നോക്കൂ, നോമ്പിൻ്റെ ആയത്തിലാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര എന്ന് പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും ഞെരുക്കം ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കാര്യത്തിലും അള്ളാഹു നമുക്ക് ഉസ്ർ ഉദ്ദേശിച്ചിട്ടില്ല, നിയമമാക്കിയിട്ടില്ല. ദീന് മുഴുവൻ എളുപ്പമാണ്. നമ്മളായിട്ട് അതിനെ കടുപ്പിക്കാതെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ 2 അഭിപ്രായം മസ്അലകളാണ്. മാസപ്പിറവി ഒരിടത്ത് കണ്ടാൽ എല്ലായിടത്തും എടുക്കണോ, അല്ല ഓരോ നാട്ടിലും കാണണോ, 2 പരിഗണനീയമായ അഭിപ്രായങ്ങളാണ്. അത് ശരിയായി ഒരാൾക്ക് മനസ്സിലാക്കുക. ഒരാൾ പഠിച്ചു മനസ്സിലാക്കുന്നതും ഇങ്ങനെ വെറുതെ കേട്ടിട്ട് വർത്താനം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ, നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനതാണ് മനസ്സിലാക്കിയത് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ട് മനസ്സിലാക്കിയാൽ അതാണ് പഠിക്കൽ. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് പരിഗണനീയമാണ്. മറ്റേത് എല്ലാവരും പോകുന്ന വഴിക്ക് ഞാനും പോവുക, എന്നിട്ട് ഞാൻ അഭിപ്രായം ഏറ്റുപിടിക്കുക എന്നതല്ല. ഒരാൾ പഠിച്ചു മനസ്സിലാക്കിയാൽ അത് പരിഗണനീയമാണ്. പഠിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ കൂടുതൽ
കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ അഭിപ്രായമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. വല്ലാഹു ആലം, വല്ലാഹു ആലം. ഇതാണ് സഹോദരങ്ങളെ ആദ്യം അദ്ദേഹം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഈ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള 2 ഹദീസുകൾ. അല്ല, കണക്കിൻ്റെ അല്ല, കണക്ക് തീർത്തും പ്രത്യേകം ശ്രദ്ധിക്കണം. കണക്ക് കലണ്ടർ എന്നത് തീർത്തും പരിഗണനീയമല്ല. കണക്ക് യാതൊരു ബന്ധവുമില്ല, കാഴ്ചയാണ്. കാഴ്ച അത് ഒരിടത്ത് കണ്ടാൽ എല്ലായിടത്തും ആവണോ, അല്ല ഓരോ നാട്ടിൽ കാണണോ എന്നതാണ് ചർച്ച. അതാണ് പരിഗണനീയമായ ചർച്ച. പക്ഷെ ഇത് കണക്ക് എന്നത് ഒരിക്കലും തെളിവിനോട് ഒരു നിലക്കും യോജിക്കുന്നില്ല. തെളിവിൽ വന്നിട്ടില്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കൽപ്പിച്ചു, കാണണമെന്നതാണ് അതിൻ്റെ തെളിവ്. കണ്ടില്ലെങ്കിൽ എന്താക്കും? തൊട്ടുടനെ അതിനുള്ള പ്രതിവിധി പറഞ്ഞു തന്നു. കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പ്രതിവിധി പറഞ്ഞു തന്നു. കണ്ടില്ലെങ്കിൽ എന്ത് വേണം? 30 പൂർത്തിയാക്കണം. കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ കണക്ക് എന്നത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മറ്റേ 2 അഭിപ്രായമാണ് പറഞ്ഞത്. ഇതാ റഅയ്തുമൂഹു, ആരാണ് റഅയ്തുമൂഹു? നിങ്ങൾ ആരാണ് എന്നാണ് ചർച്ച. നിങ്ങൾ ലോകത്തുള്ള എല്ലാവരാണോ, അല്ല ആ മദീന നിവാസികളാണോ? അതാണ് ചർച്ച. അപ്പം അതിനോട് യോജിക്കുന്നതാണ് സ്വഹീഹ് മുസ്ലിമിലെ ഖുറൈബിൻ്റെ ഹദീസ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഇതിനോട് യോജിക്കുന്നതാണ്. കാരണം ഖുറൈബ് റഹിമഹുല്ലാ അദ്ദേഹം ഷാമിൽ നിന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിൽ നിന്ന് വരികയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ മാസപ്പിറവി കണ്ടതുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട്. അദ്ദേഹം ഖുറൈബ് ചോദിച്ചു, അവല തക്തഫി ബിറുയതി മുആവിയ വസിയാമി, മുആവിയയുടെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാഴ്ചയും അദ്ദേഹത്തിൻ്റെ നോമ്പും നമുക്ക് പോരെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതാണ്, ലാ, പോരാ. ഹാകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്. ഏതാണോ കൽപ്പന? ഈ കൽപ്പനയാണ്. വേറെ ഹദീസൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇതന്നെയാണ് ഇദാ റഅയ്തുമൂഹു. ഈ ഹദീസിനെ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം മനസ്സിലാക്കിയത് ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഹാകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് നമ്മോട് കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നബി പഠിപ്പിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വേറെ അർത്ഥമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഈ പറഞ്ഞ ഒരു ഹദീസ് ഇതാണ്. വേറെയും സമാനമായ ധാരാളം ഹദീസുകളുണ്ട്. അപ്പം ഇതാണ് തെളിവായിട്ട് അല്ലെങ്കിൽ തെളിവിനോട് യോജിക്കുന്നതെന്ന് പറയാനുള്ള കാരണം അതാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിനെ സഹാബത്ത് വിമർശിച്ചതായിട്ടോ അല്ലെങ്കിൽ അവർ എതിരിട്ടതായിട്ടോ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടോയെന്ന് പരിശോധിക്കണം. അപ്പോഴാണത് തെളിവല്ലാതാവുക. ഇത് തെളിവാണ്, ഇത് വ്യക്തമായ തെളിവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് നമ്മോട് കൽപ്പിച്ചത്. പോരാ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. പോരാ, ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്നല്ല, പോരാ. ഹാകദ അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ്. അത് വ്യക്തമായിട്ടാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും അടുത്ത ഹദീസ് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അടുത്തത് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നോമ്പുമായി ബന്ധപ്പെട്ട ചില സുന്നത്ത് അഥവാ അത്താഴം അതുമായി ബന്ധപ്പെട്ടതാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.